വലിയൊരു ആശങ്ക അവിടെയുണ്ട്. വലിയ സ്ഫോടനമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോഴും പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട് എന്ന് നേരത്തെ മിനി അരവിന്ദ് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. അവിടെ വാഹന നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുന്നത്, അത് വലിയ താഴ്ചയിലേക്ക് അത് പതിക്കുന്നത്. 8 teachers and staff were killed and 5 others critically injured. The storage caught fire and led to the loss of lives. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 2 അപകടങ്ങൾ കേരളം വാർത്തയായി കേട്ടു. ഒന്ന് വാൾപ്പാറയിൽ നിന്ന് അതിൻ്റെ 13-ാം വളവിൽ നിന്ന് വീണ ഒരു ബസ്സും അതിൽ സഞ്ചരിച്ചവരായ ആളുകളുടെ വാർത്തയുമാണ്. രണ്ടാമത്തത് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്ന പടക്കങ്ങൾ, അത് ആ പ്രദേശം മൊത്തം കുലുങ്ങുന്ന രൂപത്തിൽ പൊട്ടിത്തെറിച്ച് അവിടെയുള്ള ആളുകൾ മരിച്ചു എന്ന വാർത്തയാണ്. ഈ 2 വാർത്ത വന്നതിൽ ആദ്യത്തെ വാർത്തയുടെ അടിയിൽ മുസ്ലിമീങ്ങളോട് ചില ചൊറിച്ചിലുകളുള്ള ആളുകൾ പറഞ്ഞു. ആ കൂട്ടത്തിലൊരു അന്യമതത്തിലെ ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറയാൻ കാരണമായത് ഈ മുസ്ലിമീങ്ങളുടെ കൂടെ പോയതുകൊണ്ടാണ് ഇവർ നശിച്ചു പോയതെന്നാണ്. അപ്പോൾ അവിടെ പോലും ഒരു മരണത്തിൻ്റെ വേളയിൽ പോലും ഈ ശവത്തിൽ കുത്തുക എന്ന് പറഞ്ഞ ഒരു സംഗതിയില്ല. ആ സംഗതി ഇവരുടെ ഈ വർഗീയത മനസ്സിൽ ആഴ്ന്നു പോയിട്ട് ഇന്ന് ഇത്തരം മരണവേളയിൽ പോലും മരിച്ചവരോടുള്ള ഒരു ആദരവ് പോലും നൽകാതെ വർഗീയത വിളമ്പുന്ന ആളുകൾ ഇന്ന് കേരളത്തിലുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം തൃശ്ശൂർ പൂരത്തിനു വേണ്ടി അവിടെ തയ്യാറായിക്കൊണ്ടിരുന്ന വെടിക്കെട്ടുകൾ പൊട്ടി മരിച്ച അവിടെയുള്ള മുസ്ലിം സമൂഹത്തിൽപ്പെടാത്ത മറ്റു ഇതര സമൂഹത്തിലുള്ള ആളുകൾക്ക് മുസ്ലിം സമൂഹത്തിൽ നിന്നുപോലും സഹായങ്ങൾ എത്തിയ വാർത്തകളാണ് നമ്മൾ കേരളത്തിൽ വായിച്ചത്. യഥാർത്ഥത്തിൽ ഇതാണ് കേരളം. മനുഷ്യനോടൊപ്പം നിൽക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വർഗീയ ശക്തികളെ തോൽപ്പിക്കുക, വർഗീയതയ്ക്കെതിരെ നിൽക്കുക, മനുഷ്യനു വേണ്ടി നിലകൊള്ളുക, മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അയൽവാസി പട്ടിണിയാണെങ്കിൽ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. ആ അയൽവാസി മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. ഇപ്പോൾ വയനാട് 51 വീടുകൾ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ജാതി മതം നോക്കാതെ തന്നെ മുസ്ലിം സംഘടനകളിൽ അതുപോലെ തന്നെ പാർട്ടിയുമൊക്കെ ഇറങ്ങി പ്രവർത്തിച്ച് അവിടെ ഒരു വീടുകൾ അവർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പോലും ചൊറിച്ചിൽ മാറാൻ ഈ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ചൊറിച്ചിൽ വരുന്ന ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോഴേക്ക് ചൊറിച്ചിൽ കൂടിയിരിക്കുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മുസ്ലിം വിരുദ്ധത കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. ഇസ്ലാം എപ്പോഴും മനുഷ്യൻ്റെ കൂടെയാണ്. മുസ്ലിമീങ്ങൾ ഒരിക്കലും വർഗീയത തുപ്പുന്ന ആളുകളല്ല, മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും, എന്നാൽ പരലോകത്തിൻ്റെ വിഷയത്തിൽ ദീനിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, ദീനനെ ആചരിച്ചുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആനിൽ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ, അതിൽ മക്കളോട് ഉപദേശിക്കുന്നുണ്ട്. മക്കളോടുള്ള ഉപദേശത്തിൽ കാണാൻ കഴിയും, നിൻ്റെ മാതാപിതാക്കൾ അമുസ്ലിമീങ്ങളാണെങ്കിൽ പോലും ആ അമുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് വസാഹിബുഹുമാ ഫിദ്ദുന്യ മഅറൂഫ, ദുനിയാവിൽ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ, ദുനിയാവിൻ്റെ വിഷയങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ്. എന്നാൽ മതത്തിൻ്റെ വിഷയത്തിൽ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അവരനുസരിക്കേണ്ടതില്ല. കാരണം മതം ശരിയായ മതം അനുസരിച്ച് ജീവിക്കുക എന്നതാണ് പഠിപ്പിക്കുന്നത്. പ്രകൃതിയുടെ മതമായ ഇസ്ലാമിനെ അതനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഇതര മതത്തിലുള്ള ആളുകളോട് പോലും ഏറ്റവും നല്ല രൂപത്തിൽ സമീപനം ഉണ്ടാകണമെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ഒക്കെ പറയുമ്പോൾ, അത് മുസ്ലിമീങ്ങൾ ഇവിടെ ചെയ്തു വരുമ്പോൾ ഇപ്പോഴും മുസ്ലിമീങ്ങൾക്ക് മേൽ തീവ്രവാദ ചാപ്പ കുത്തുന്ന, താടി കാണുമ്പോൾ താലിബാൻ എന്ന് വിളിക്കുന്ന, പർദ്ദ കാണുമ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത മതമാണ് എന്ന് ചാപ്പ കുത്തുന്ന, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ആരോപണങ്ങൾ, ഒരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങൾ
ഈ പർദ്ദയിടുന്ന സ്ത്രീക്കില്ലാത്ത വേദനയാണ് ഈ പറയുന്ന ആളുകൾക്കുള്ളത്. താടി വളർത്തുന്ന ആളുകൾക്കില്ലാത്ത ചൊറിച്ചിലാണ് ഈ പറയുന്ന ആളുകൾക്കുള്ളത്. തൊപ്പി വയ്ക്കുന്ന മുസ്ലിമിനില്ലാത്ത വേദനയാണ് ഈ പറയുന്ന ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്കുള്ളത്. സഹോദരങ്ങളെ, ഇസ്ലാം അതൊന്ന് ആഴത്തിൽ പഠിക്കാൻ, ഒന്ന് അടുത്തറിയാൻ, കൂടുതൽ പഠിക്കണം എന്നും ഞാൻ പറയുന്നില്ല, ഒന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഈ വിമർശനങ്ങളൊക്കെ മാറ്റിവെച്ച് സോഷ്യൽ മീഡിയയിൽ കാണുന്ന നിങ്ങളുടെ ഈ ജ്വൽപ്പനങ്ങൾ ഒന്ന് തൽക്കാലം അവസാനിപ്പിച്ചിട്ട് ഇസ്ലാം എന്താണെന്നൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ സുന്ദരമായ ഇസ്ലാമിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ വിമർശിക്കാൻ നിങ്ങളുടെ നാവുകൾ പൊന്തുകയില്ല. ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങൾ, അതിൻ്റെ ആശയധാരകൾ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായി കാണാനും മാനവിക കുലത്തിന് ഏറ്റവും നല്ല മെസ്സേജുകൾ, അതുപോലെ സഹായങ്ങൾ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആശയത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിൻ്റെ സക്കാത്ത് എടുത്തു നോക്കിയാലും ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ എടുത്തു നോക്കിയാൽ പോലും അവിടെയെല്ലാം പാവപ്പെട്ടവനെ പരിഗണിച്ച് പാവപ്പെട്ടവനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പണികളെടുത്ത് അങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ നിലയ്ക്കും മനുഷ്യനെന്ന നിലയ്ക്ക് സ്നേഹിച്ച് ആ രൂപത്തിൽ ആദരവ് നൽകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആദരവ് നൽകിയെന്നാണ്. വലഖദ് കറംനാ ബനി ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചു എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും നല്ലതായ ആശയങ്ങളെ നമ്മൾ കൂടുതൽ അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു ഇതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.